ഹായ് ഗായ്സ്, ദിസ് സൈഡ് അരുൺ ഫ്രം ട്രിപ്സോ. ഇപ്പം ഞങ്ങൾ ഇന്ന് ഓണമായിട്ട് നാപ്പിയർ എന്നൊരു ഹെറിറ്റേജ് റിസോർട്ടിലാണ്. നമ്മൾ ആദ്യം ഫാമിലിക്ക് ഞാൻ പ്രോമിസ് ചെയ്ത് ഗോവയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാനാണ്. അൺഫോർച്ചുനേറ്റ്ലി വന്നിട്ട് എൻ്റെ ഒരു സെഗ്മെൻറ്റ് ട്രാവൽ ആയതുകൊണ്ടും നമുക്ക് ഈ ഞങ്ങളെപ്പോലുള്ള വ്യക്തികൾക്ക് വന്നിട്ടൊരു ഓണ്ടർപ്രണർ ബേസിക് ട്രാവൽ സെഗ്മെൻറ്റുള്ളവർക്ക് നമുക്ക് ഒരിക്കലും വന്നിട്ട് ഈ പറഞ്ഞ ഈ ഒക്കേഷൻസിൽ വന്നിട്ട് ഓണം അല്ലെങ്കിൽ അങ്ങനത്തെ സമയങ്ങളിൽ വന്നിട്ട് നമുക്ക് ഒരിക്കലും ഒരു ടൂറോ അങ്ങനെ സംഭവങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഒരുപാട് ഗസ്റ്റും കാലം ഉണ്ടായിരിക്കും. അവരുടെ കാര്യങ്ങൾ ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്, ഒരു വർഷം ഫാമിലിയെക്കാട്ടിയും കൂടുതലും. അപ്പം നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫാമിലിയെ പല കാര്യങ്ങളും നമുക്ക് മിസ്സാവും. ചിലപ്പോൾ അവർക്ക് കൊടുക്കുന്ന പ്രോമിസോ കാര്യങ്ങളൊന്നും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ആദ്യം ഞങ്ങൾ ഗോവ പ്ലാൻ ചെയ്തു, ഞാനല്ല വൈഫ് പ്ലാൻ ചെയ്തു. അത് പോകാൻ പറ്റിയില്ല കാരണം ഇങ്ങനെ ഈ ഒരു ടൈം ആയതുകൊണ്ട്. പിന്നെ വർക്കിലെ പ്ലാൻ ചെയ്യാമെന്ന് ഓർത്തു, അതും പോസിബിൾ ആയില്ല. കാരണം യെസ്റ്റർഡേ തന്നെ എൻ്റെ വർക്ക് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ എനിക്കൊരു 4:30 AM ആയിട്ടുണ്ട് മോർണിംഗിൽ. അപ്പം കാരണം ഞാൻ ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു ഒരുപാട്. പിന്നെ യെസ്റ്റർഡേ ഈ പ്രോപ്പർട്ടി പറഞ്ഞു വെച്ചിരിക്കുന്നു. ഈ പ്രോപ്പർട്ടി പേര് നാപ്പിയർ ഹെറിറ്റേജ് എന്നാണ്. ഫോർട്ട് കൊച്ചി വൺ ഓഫ് ദ ബെസ്റ്റ് ഡച്ച് ഒരു കൊളോണിയൽ ആ ഒരു സെറ്റപ്പിൽ ഉള്ളൊരു പ്രോപ്പർട്ടിയാണത്. നല്ല പ്രോപ്പർട്ടിയാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണത്. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഏകദേശം പക്ഷേ എനിക്കിതൊരു 11 മണിയൊക്കെ 11:30 ആയപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇവിടെ എത്തിയതാണ്. അപ്പം മേ ബി ഒരു 2 days ഇവിടെ കാണുമായിരിക്കും. അപ്പം എല്ലാവർക്കും ഹാപ്പി ആവണം. ഹാപ്പിയുടെ പോലെ ഇവളുടെ ഒരു ഇഷ്ടത്തിലാണ് ഈ പ്രോപ്പർട്ടി. ഇവൾക്ക് സ്വിമ്മിംഗ് പൂൾ ഇല്ലാതെ ഇവൾക്ക് പറ്റത്തില്ല. ഇതിനെക്കാട്ടി കുറച്ചും കൂടെ വേറെ പ്രോപ്പർട്ടിയൊക്കെ ഞങ്ങൾ നോക്കിയത്. പക്ഷെ ഇവൾക്ക് പൂളില്ല, പറ്റത്തില്ല. ഇവൾക്ക് പൂളിൽ ഇറങ്ങണമെന്നുള്ള ബഹളം വെച്ചിട്ടാണ് ഈ പ്രോപ്പർട്ടി ബേസിക്കലി ഞങ്ങൾ എടുത്തത് തന്നെ. പറഞ്ഞാൽ അവൾ ഭയങ്കര ബഹളം. അങ്ങനെയാണ് ഈ പ്രോപ്പർട്ടിയുടെ അവൾ വന്നത്. ഓൾമോസ്റ്റ് നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ആ ഒരു കളക്ഷൻ നോക്കുന്നവർക്ക് ഡച്ച് കൊളോണിയൽ ടൈപ്പ് അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഇഷ്ടപ്പെടുന്നൊരു പ്രോപ്പർട്ടിയാണ്. ഐസേ എവിടെങ്കോട്ട് ഓടുന്നു ഇത്? നീ പൂളോട്ട് വന്നാണ്. ഇവൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ട് കേട്ടോ നമ്മൾ മെയിൻലി ഈ പ്രോപ്പർട്ടി എടുത്തത്. ഇറങ്ങല് അച്ഛൻ വന്നിട്ട് എടുക്കാനുള്ളത്. ഇതാണൊരു പൂൾ സെറ്റപ്പ് ഈ പ്രോപ്പർട്ടിയുടെ. അച്ഛൻ